BJP തിരുവനന്തപുരം നഗരസഭ പിടിച്ചടക്കി അധികാരത്തിൽ കയറി 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിർണായക വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ ആര്യ രാജേന്ദ്രൻ, മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ആജന്മശത്രുവായി യദുവിനെ VV രാജേഷിന്റെ സാരഥിയായി കൊണ്ടുവരുമെന്നും അതുപോലെ തന്നെ VV രാജേഷിന്റെ നേതൃത്വത്തിൽ ആര്യയുടെ സകല അഴിമതികളും പൊളിച്ചടുക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് തോന്നുന്നത് ഇത് കേട്ടിട്ട്? അല്ല, നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ആര്യ രാജേന്ദ്രൻ എന്നുള്ള മേയർ അവർ വെറും ഒരു ഡമ്മി മാത്രമായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. അവരെ മുൻനിർത്തിക്കൊണ്ട് മറ്റു പലരുമായിരുന്നു പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. പല താൽക്കാലിക നിയമനങ്ങളായിക്കൊള്ളട്ടെ മറ്റു പലതും ആയിക്കൊള്ളട്ടെ നടത്തിക്കൊണ്ടിരുന്നത് മറ്റു പലരുമായിരുന്നു. അവർ ജസ്റ്റ് ഒപ്പിട്ട് നൽകും ആയിരുന്നു എന്നുള്ളത് മാത്രമാണ് അവരുടെ ജോലി എന്നുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലിസ്റ്റ് തന്നെ നൽകും. പാർട്ടി പ്രവർത്തകരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലിസ്റ്റ് തന്നെ നൽകും. അവരെ മാത്രമാണ് നിയമിക്കാൻ കഴിഞ്ഞിരുന്നത്. ഇന്നിപ്പോ ഭരണം മാറിയിരിക്കുന്നു. ഈ BJPയെ കോർപ്പറേഷനിലേക്ക് അധികാരത്തിലേക്ക് എത്തിക്കാനായിട്ട് മുഖ്യ പങ്ക് വഹിച്ചത് ഒരാളെന്നുള്ളത് ഇവര് തന്നെയാണ്. ഈ സ്ത്രീ തന്നെയാണ് BJP അധികാരത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നടത്തിയിട്ടുള്ള സകല അഴിമതികളും ഇനി പുറത്തു വരിക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കേസിന്റെ മുൻനിർത്തിക്കൊണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മാത്രല്ല, ഇപ്പൊ BJP അധികാരത്തിൽ കയറി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഇരുന്നിട്ട് ഏതാനും ദിവസങ്ങളെ ആവുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ ശ്രീലേഖ IPSന്റെ നേതൃത്വത്തിൽ VK പ്രശാന്തിനിട്ട് ഒരു തട്ടുകൊടുത്തിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങിങ്ങായിട്ട് അവർ കൈയടക്കി വെച്ചിരിക്കുന്ന സകല മേഖലകളും BJP ഇനി പുറത്ത് കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമുക്കറിയാം ശാസ്ത്രമംഗലത്ത് ആ ഒരു റൂം വാടകയ്ക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം റേറ്റ് ആവും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അത് 20,000-ന് മേലെയാണ് അവിടെ റെന്റ് വരുന്നത്. ആ റെന്റ് വരുന്നത് ഇദ്ദേഹം നൽകുന്നത് എത്രയാണ്? ഈ MLA നൽകുന്ന കേവലം തുച്ഛമായിട്ടുള്ള എമൗണ്ട് മാത്രമാണ്. 280, 800, 1000 രൂപയിൽ താഴെ മാത്രമാണ് ഇദ്ദേഹം നൽകുന്നത്. ഇദ്ദേഹം ജനകീയനായിട്ടുള്ള ഒരു MLA ആണ്, അത് അംഗീകരിക്കുന്നു. പക്ഷേ ഇദ്ദേഹം നൽകുന്നത് റെന്റിന്റെ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് മാത്രമാണ്. അതിനെതിരെയാണ് ശ്രീലേഖ പ്രതികരിച്ചത്. അതിന് പിന്തുണയുമായിട്ട് ശബരിനാഥൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP പല മേഖലകൾ പിടിച്ചെടുക്കുന്നു. ആദ്യം കോർപ്പറേഷനുകൾ പിടിച്ചടക്കിയത് ശേഷമാണ് BJP പല മേഖലകൾ പിടിച്ചെടുക്കുന്നത്. നമുക്കറിയാവുന്നത് അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ചെടുക്കിയതിനു ശേഷമാണ് BJP ഗുജറാത്തിൽ നിർണായകം ഒരു ഫാക്ടറായി മാറിയത്. ഇന്നിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. ഇവരുടെ ഒരു ധാർഷ്ട്യവും ഈ ഒരു അഹങ്കാരവും തന്നെയാണ്. അപ്പൊ ഇവരെ ഈ ഒരു ഇൻസിഡന്റിന് ഇവർക്ക് ഒരു ഇൻസിഡന്റിന് വഴി തെളിയിച്ച വ്യക്തി എന്നുള്ളത് യദുവാണ്. അപ്പൊ യദുവിന്റെ ഈ ഒരു ഇൻസിഡന്റ് BJPയെ വളരെയധികം സഹായിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതല്ലേ? അതെ, അതിനെ നമുക്ക് ഒരിക്കലും രാഷ്ട്രീയമായിട്ടുള്ള നേട്ടമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അതായത് ഒരു സാധാരണക്കാരന് നീതി ഉറപ്പുവരുത്തുകയാണ് ഇവിടെ BJP ചെയ്യുന്നത്. ആര്യ ഒരു മേയറായി, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആയതിൽ ധാർഷ്ട്യം ഈ ഒരു കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളം ഒട്ടുക്കെ കണ്ടതാണ്. ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടൊരു മേയർ നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം നമുക്കറിയാമല്ലോ, അദ്ദേഹം ഒരു KSRTC ഡ്രൈവർ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പുറത്തു നിർത്തിയിരിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം മറ്റു പല പ്രൈവറ്റ് ബസ്സുകളിലും പോയി. പക്ഷെ എന്നിരുന്നാൽ പോലും അവരിൽ നിന്ന് പോലും വളരെ കടുത്ത സമ്മർദ്ദമായിരുന്നു. തെളിവ് വരെ നശിപ്പിച്ചു. ഒപ്പം ഉണ്ടായിരുന്ന ഒരു കണ്ടക്ടറിനെ ഭീഷണിപ്പെടുത്തി തെളിവ് വരെ നശിപ്പിച്ചു. അതോടൊപ്പം തന്നെ പോലീസിൽ സമ്മർദ്ദം. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു നില വരെ എത്തി. അദ്ദേഹത്തിന് ഒരു ദിവസം മൊത്തം പോലീസ് ലോക്കപ്പിൽ ഇട്ടു. ഇതെല്ലാം ഇവരുടെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം മൂലമായിരുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പൊ അതിനുള്ള തക്കതായിട്ടുള്ള തിരിച്ചടിയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ BJP അധികാരത്തിലേക്ക് എത്തിച്ചതും അത് ഈ ആര്യ രാജേന്ദ്രൻ നൽകിയിട്ടുള്ളൂ. നമുക്കറിയാമല്ലോ, ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ മേയർ പ്രചരണത്തിന് പോലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. യാതൊരു വേദികളിലും അവരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ എത്രമാത്രം ജനങ്ങൾ അവരെ വെറുക്കുന്നു എന്നതിന്റെ ഉത്തമ അടയാളമല്ലേ അത്? അതെ, തീർച്ചയായും. കാരണം CPM പോലും അവര് പറയാതെ പറഞ്ഞിട്ടുണ്ട് ആര്യ കാരണമാണ് തിരുവനന്തപുരം കയ്യിൽ. അതെ, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വഞ്ചിയൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ചിട്ടുള്ള മുൻ കൗൺസിലറായിട്ടുള്ള ഗായത്രി ബാബു തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തന്നേക്കാൾ താഴെയുള്ളവരോട് പഴമ പുച്ഛവും അതോടൊപ്പം തന്നെ തന്നേക്കാൾ മുകളിലുള്ളവരോട് അമിതമായിട്ടുള്ള വിധേയത്വം എന്നുള്ളതാണ് അവരുടെ നിലപാട് എന്നുള്ളത് CPMന്റെ വഞ്ചിയൂരിലെ മുൻ കൗൺസിലറായിരുന്ന ഗായത്രി ബാബു തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം അവർക്ക് ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ശക്തമായിട്ടുള്ള വിമർശനമാണ് അവർക്കെതിരെ നേരിടേണ്ടി വരുന്നത്. ജോയി എന്നുള്ള MLA ഒക്കെ പോലും ശക്തമായ സമ്മർദ്ദമാണ് ഇപ്പൊ നേരിടേണ്ടി വരുന്നത്. ഇത്തരം ഒരു നോക്കൂത്തിയായിട്ടുള്ള ഡമ്മി ആയിട്ടുള്ള ഒരു മേയറെ പ്ലേസ് ചെയ്തതിന്റെ പേരിൽ അത് BJPക്ക് ഒരു അവസരം കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്.
തീർച്ചയായിട്ടും എന്തായാലും BJP ഇനി തിരുവനന്തപുരത്ത് ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഉറപ്പാണ്. അവരുടെ പ്രചരണ കാലഘട്ടത്തിൽ തന്നെ സുതാര്യമായ ഭരണം കൊണ്ടുവരുമെന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് തിരുവനന്തപുരം നഗരസഭയിൽ അവർ കൊണ്ടുവരാൻ പോകുന്നതെന്നും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടെയാണ് അവർ വന്നിരിക്കുന്നത്. മാത്രമല്ല ആദ്യമായിട്ടാണ് BJPക്ക് ഇത്തരത്തിലൊരു അവസരം കിട്ടുന്നത്. അപ്പം തീർച്ചയായും അവർ ഈ ഒരു അവസരത്തെ പരമാവധി വിനിയോഗിക്കുമെന്ന് ഈ ഒരു അവസരത്തെ അവർ പരമാവധി മുതലെടുക്കുമെന്നുള്ളത് തീർച്ചയാണല്ലോ. കാരണം നമുക്കറിയാം അവര് നിർണായക സ്വാധീനമുള്ള സ്ഥലത്ത്, ഇപ്പൊ പന്തളം ആയിക്കൊള്ളട്ടെ, മറ്റു പല തൃപ്പൂണിത്തുറ ആയിക്കൊള്ളട്ടെ, സ്വാധീനമുള്ള സ്ഥലത്ത് അവരൊരു പക്ഷേ ഭരണത്തിൽ നിന്ന് പോയാൽ പോലും അവരുടെ ആ ഒരു സ്വാധീനത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ ഒരു ഈ പറയുന്ന കോർപ്പറേഷൻ ഇരിക്കുന്ന ഒരു സ്ഥലം എന്നുള്ളത് അഞ്ച് നാലോളം നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ അതിനുള്ള വ്യക്തമായിട്ടുള്ള വർക്ക് ചെയ്യുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അവിടെ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു ത്രികോണ മത്സരം ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ത്രികോണ മത്സരം ഉണ്ടാകുന്നതിലൂടെ തന്നെ കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയെ തന്നെ അട്ടിമറിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു മുന്നേറ്റം അവർ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നടത്താൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. ആ ഒരു രീതിയിലുള്ള ഒരു ഭൂരിപക്ഷ കൺസോളിഡേഷൻ ഇന്ന് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും തീർച്ച തന്നെയാണ്. നമുക്കറിയാമല്ലോ, ടിപ്പുവിന്റെ പടയോട്ടത്തെ പ്രതിരോധിച്ചത് തിരുവിതാംകൂറിൽ നിന്നായിരുന്നു. ഇന്ന് അതേ തരത്തിലുള്ള ഒരു പ്രതിരോധം ആരംഭിക്കുന്നതും ഇത് തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് മറ്റു ചില വ്യക്തികൾ പറയുന്നത്. അതെ, അത് ശരിക്കും മനോഹരമായിട്ടുള്ളൊരു ചരിത്രം കൂടിയാണല്ലോ. അത് മനോഹരമായിട്ടുള്ള ഒരു ചരിത്രം കൂടിയാണ്. ഇന്നും BJPയുടെ ഒരു തേരോട്ടം തുടങ്ങുന്നതും ഇതേ തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പലരും പറയുന്നത്. അതുപോലെ തന്നെ ആവും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അതെ അതെ. മാത്രവുമല്ല, നമ്മൾ ഈ കാര്യത്തിൽ ഒരു വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ശ്രീലേഖ IPS ഒരു വാടകമുറി ഒഴിഞ്ഞു കൊടുക്കണമെന്ന് നമ്മുടെ VK പ്രശാന്ത് MLA യോട് പറഞ്ഞതിന് പിന്നാലെ CPM ഇത് പല രീതിയിൽ അവർ വിനിയോഗിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അതെല്ലാം തകർന്നു വീഴുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോ ഇതാ ഈ CPM കൈയടക്കി വെച്ചിരിക്കുന്ന പല കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ അവർ മുതലെടുത്ത പല കാര്യങ്ങൾ, അതെല്ലാം ഇപ്പൊ BJP മേയറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പൊളിച്ചെടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വരുമാനം എന്ന് പറയുന്നത്, കോർപ്പറേഷന്റെ വരുമാനം എന്ന് പറയുന്നത് അവർ നൽകിയിരിക്കുന്ന ബിൽഡിങ്ങുകളുടെ വാടക ഇനത്തിലൊക്കെയാണല്ലോ. അപ്പോൾ CPM എന്താണ് ചെയ്തിട്ടുണ്ടിരുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇതേപോലുള്ള പല വ്യക്തികൾക്കും വളരെ കുറച്ച് തുച്ഛമായ വാടകയിൽ പലർക്കും നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വജനപക്ഷപാതത്തിന്റെ മറ്റൊരു പക്ഷമാണല്ലോ. തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അമിതമായിട്ടുള്ള സേവനം തങ്ങൾ മുഖാന്തരം നടത്തി കൊടുക്കുന്നതാണല്ലോ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. അവരിതിലും അത് തന്നെ നടപ്പാക്കി. അതുമൂലം കോർപ്പറേഷന് വലിയൊരു തുക തന്നെയായിരിക്കും നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങൾ അതുമൂലം നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇനി അതിനൊക്കെ ഒരു വിപരീതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ BJP തന്നെ നടപ്പാക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായും. അന്നേരം സാധാരണക്കാരന് ഒരു തിരുവനന്തപുരം നഗരസഭയിൽ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ടൗണിലൊക്കെ ഒരു വാടക ഇനത്തിൽ എന്തായാലും ചെറിയൊരു കടമുറിക്ക് പോലും, ചെറിയൊരു കുടിസുമുറിക്ക് പോലും എന്തായാലും 10,000 രൂപ ചെലവഴിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ നമ്മുടെ MLA മാർ 650 രൂപ അല്ലെങ്കിൽ 250 രൂപ നിരക്കിൽ വാടക കൊടുക്കുന്നത്. അപ്പോ അത്രത്തോളം നഷ്ടത്തിന്റെ കാര്യം നമ്മൾ പിന്നെ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ. അത് നഷ്ടത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. പിന്നെ നമുക്കറിയാം, മെറിറ്റ് പരിശോധിക്കാതെയുള്ള നിയമനങ്ങളാണ് മൊത്തത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ പല മേഖലകളിൽ ഉൾപ്പെടെ നടപ്പാക്കിയിരിക്കുന്നത് മെറിറ്റ് പരിശോധിക്കാതെയുള്ള നിയമങ്ങൾ തന്നെയാണ്. പിന്നെ ഇടയ്ക്കാണ് ഹരിതകർമ്മസേനയുടെ അംഗങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുകൊണ്ട് വൻതോതിലുള്ള അഴിമതിയാണ്. തങ്ങൾ പിരിച്ചു നൽകുന്ന പണത്തിന്റെ സാലറി പോലും അവർക്ക് നൽകാനായിട്ട് ഏറെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകുന്നത് കോർപ്പറേഷനിലെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അവർക്ക് നേതൃത്വം നൽകുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കക്ഷികളുമായിരുന്നു എന്നുള്ളത് ഹരിതകർമ്മസേനയുടെ ഒരുപാട് അംഗങ്ങൾ തുറന്നു പറയുന്ന ഒരവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതിലെല്ലാത്തിലും ഒരു പൊളിച്ചെടുത്ത് BJP നടപ്പാക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതെ, അപ്പൊ മിക്കവാറും അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ പ്രധാനമന്ത്രി മോദി തിരുവനന്തപുരത്തേക്ക് നേരിട്ട് എത്തുമെന്നുള്ള ഒരു വാർത്ത നമ്മൾ മുമ്പേ കേട്ടിരുന്നു. അപ്പോ മോദിജി എത്തുന്നതിന് മുമ്പ് തന്നെ മിക്കവാറും എങ്ങനെയാണെങ്കിൽ ആര്യയുടെ അറസ്റ്റ് പ്രതീക്ഷിക്കാമോ? അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല, കാര്യം വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും ഒരു തക്കതായിട്ടുള്ള ഒരു തിരിച്ചടി ആര്യ രാജേന്ദ്രനും അതോടൊപ്പം തന്നെ അവരുടെ ഭർത്താവിനും ലഭിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ രായ്ക്ക് രാമായണം കോഴിക്കോടേക്ക് മറിച്ചു നട്ടത്. കാരണം അപ്പൊ കോഴിക്കോടുള്ള ശക്തമായ സമ്മർദ്ദമാണ്, ഇവരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്മർദ്ദമാണ് അവിടെ നിന്നുള്ള പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാകുന്നത്. അപ്പൊ സക്രായ ഒരു തിരിച്ചടി അവർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ അവർ ഷിഫ്റ്റ് ചെയ്യുന്നത്, തിരുവനന്തപുരത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്, കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അനുഗമിക്കാം.